പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തതോടെ നിയമ നടപടി ഭീഷണി നേരിടുന്നയാളാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 27-ാം തീയതി പരിഗണിക്കാൻ വേണ്ടി ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ അറസ്റ്റിന് തടസ്സമില്ലെന്നർത്ഥം. നമുക്കൊപ്പം രാഹുൽ ഈശ്വർ ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, ഗുഡ് മോർണിംഗ്. രാഹുൽ ഈശ്വർ, കേസും കൂട്ടവും ഒക്കെയായി ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടെന്തെങ്കിലും നേരിടുന്നുണ്ടോ രാഹുൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഞാൻ ശനിയാഴ്ച തന്നെ ഞാൻ മൂവ് ചെയ്തിരുന്നു മുൻകൂർ ജാമ്യത്തിന്റെ അപേക്ഷ. അതിന്റെ ഒരു കാരണം ശനിയാഴ്ച മകന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം 8 വയസ്സേ ഉള്ളൂ മകന് യാഗിന്. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് സാഹചര്യം അവർ കാണാൻ ഇടവരരുത് എന്ന് ഉദ്ദേശിച്ചാണ് മൂവ് ചെയ്തത്. പക്ഷേ ഭാഗ്യവശാൽ ആ ദിവസം കഴിഞ്ഞു പോയി. ഇപ്പോൾ എനിക്ക് അറസ്റ്റിനെ പേടിയില്ല, ജയിലിനെ പേടിയില്ല. അറസ്റ്റ് വന്നാൽ സന്തോഷപൂർവ്വം അതിനെ സ്വീകരിക്കും. കാര്യം ഞാനൊരു കോസിന് വേണ്ടിയാണ് പോരാടുന്നത്. മുമ്പോട്ട് വെക്കുന്ന ചില ആശയങ്ങളും നിലപാടുകളുമാണ്. റിപ്പോർട്ടർ ടി വി ആയിട്ടും കൂടി അതിനൊരു ബന്ധമുണ്ട്. ചരിത്രത്തിൽ മുമ്പ് റിപ്പോർട്ടറിൽ പറഞ്ഞ സമാനമായ അല്ലെങ്കിൽ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞൊരു കാര്യത്തെയാണ് അന്ന് അറസ്റ്റ് ചെയ്യാൻ കാരണങ്ങളിലായ ഒന്ന് ആയി മാറിയത് ശബരിമല പ്രക്ഷോഭ കാലത്ത്. ഇന്നൊരു ജനുവരി 14 മകരവിളക്കാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുടെ കോയിൻസിഡൻസ് ആണ് എന്നുള്ളത് കൗതുകമാണ്. എനിക്കറിയാം, ഞങ്ങള് നോട്ട് ടു അറസ്റ്റ് ചോദിച്ചിട്ട് കിട്ടിയില്ല. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, പോലീസുകാർ FIR ഫയൽ ചെയ്തിട്ടില്ല. പക്ഷെ പോലീസിന് ഇനിയും FIR ഫയൽ ചെയ്താൽ അറസ്റ്റ് ചെയ്യാൻ തടസ്സവുമില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം 27-ാം തീയതി പോലീസിനോട് റിപ്പോർട്ട് കൊടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങ് 2 കാര്യങ്ങളും കൂടെ പറയാൻ എനിക്ക് അവസരം തരണം. ഇതുകൊണ്ടാണ് നമുക്കൊരു കമ്മീഷൻ ഫോർ മെൻ അല്ലെങ്കിൽ മെൻസ് കമ്മീഷന്റെ ആവശ്യം വരുന്നത്. ഒരു പക്ഷേ രാഹുൽ ഈശ്വറൊക്കെ കുറച്ച് പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കാണും. ഞാൻ LLB പഠിച്ച ആളാണ്. സാധാരണ ഒരാൾക്കെതിരെയാണ് പരാതി വന്നെങ്കിൽ അയാൾ മാനസികമായി തകർന്നു പോകും. അയാൾക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല, വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവില്ല. നമുക്കൊരു മെൻസ് കമ്മീഷൻ വേണ്ടതിന്റെ ആവശ്യമത. കോടതികൾ ഉണ്ടെങ്കിലും നമുക്കൊരു വിമൻസ് കമ്മീഷൻ എന്തുകൊണ്ടാണുള്ളത്? സ്ത്രീകളുടെ യുണീക്കായ പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കാൻ വേണ്ടിയാണ്. അതേപോലെ രാഹുലിനോട് രാവിലെ തന്നെ വിയോജിച്ച് തുടങ്ങേണ്ടി വരുന്നു. രാഹുൽ, നമുക്ക് അതിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. കാരണം അതിന് 2 കോണ്ടക്സ്റ്റ് ഉണ്ടെന്ന് അറിയാമല്ലോ രാഹുൽ. അതൊരു ചരിത്രപരമായി തന്നെ അവശത അനുഭവിച്ച ഒരു സമൂഹത്തിനു വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവരിപ്പോഴും പവർഫുൾ അല്ലാത്ത പൊസിഷനിൽ ഇരിക്കാത്തൊരു സാഹചര്യത്തിലാണ്. ഏറെക്കുറെ കോണ്ടക്സ്റ്റ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതാണ് അല്ല, ഒരു നിമിഷം, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്കൊരു സംശയം, രാഹുലിനോട് എനിക്കുള്ള സംശയം. നേരത്തെ ഞാൻ സലീമുമായിട്ട് തീർച്ചയായിട്ടും അല്ല, നമ്മൾ അത്തരം വിയോജിപ്പുകൾ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് താങ്കൾ ശ്രദ്ധിക്കണം, അംഗീകരിക്കേണ്ട. തീർച്ചയായിട്ടും അല്ല, ആ അഭിപ്രായങ്ങളൊക്കെ കേൾക്കണം. ആ അഭിപ്രായങ്ങളെല്ലാം കേൾക്കണം. നമ്മൾ സൗഹൃദപരമായി തന്നെ വിയോജിക്കുകയും വേണമല്ലോ അത്തരം കാര്യങ്ങളിൽ. അതിലൊന്നും എനിക്ക് തർക്കമില്ല. എനിക്കൊരു കാര്യത്തിൽ രാഹുലിനോട് പറയാനുള്ളത്, ഈ നേരത്തെ സലീം എന്നെ വിളിച്ചിരുന്നു ഈ അല്പസമയം ഇടവേളയ്ക്ക് മുമ്പ്, താങ്കൾക്കെതിരെ കേസ് കൊടുത്ത സലീം. അപ്പോൾ ഞാൻ സലീമിനോട് ചോദിച്ചൊരു കാര്യം, താങ്കൾ ഈ ചാനൽ ചർച്ചകളിൽ ഞങ്ങളുടെ അതിഥിയായിട്ട് വന്നിരുന്നാണല്ലോ ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കളുടെ വാദങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരിടത്ത് പോലും താങ്കൾ ഹണി റോസിനെ അപമര്യാദ എന്ന നിലയിൽ അസഭ്യവാക്ക് ഉപയോഗിച്ചതായിട്ട് കണ്ടെത്തിയിട്ടില്ല. പോലീസും ഒരുപക്ഷെ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം അതാണ്, താങ്കൾക്ക് എതിരെ എങ്ങനെയാണ് ആ കേസ് എടുക്കുക. പക്ഷെ അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം, താങ്കളുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ ഹണി റോസിനെതിരെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ ശല്യപ്പെടുത്തലാണ് എന്ന നിലയിൽ വേണമെങ്കിൽ എടുത്തൂടെ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ ശരിയാണോ? താങ്കൾ ഇനി ഈ കേസ് തീരുന്നത് വരെ ഇങ്ങനെ ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അഭിപ്രായ പ്രകടനം നടത്തുന്നത് അവസാനിപ്പിക്കുമോ എന്നാണ് എനിക്കറിയേണ്ടത്. 2 കാര്യങ്ങൾ. വിമർശനം, ബഹുമാന പുരസ്സരമുള്ള വിമർശനങ്ങൾ തുടരും. ഹണി റോസ് യഥാർത്ഥത്തിൽ ചാനൽ ചർച്ചയിൽ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ശ്രീ സലീമിനോ അങ്ങയ്ക്കോ എന്നെ വിമർശിക്കാം, ഈ രാഹുൽ ഈശ്വറിന് ഒരു തന്ത വൈബ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമില്ല. കാര്യം 2 പിള്ളേരുടെ അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൺസർവേറ്റീവോ എനിക്ക് കുറച്ച് തന്ത വൈബ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇതൊരു കൺസർവേറ്റീവ് പാരമ്പര്യവാദ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഞങ്ങൾ ആരും സമൂഹത്തിൽ ഇല്ല എന്ന് മീഡിയക്കാർ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ മീഡിയക്കാർ 99% ഈ ലിബറൽ പക്ഷവും ഫെമിനിസ്റ്റ് പക്ഷവും മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങളെ പോലെ ഒരുപാട് മനുഷ്യർ, ഭൂരിപക്ഷം ഞങ്ങളാണ്, ഇങ്ങനെ പറയുന്നില്ല. ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് അവഗണിച്ചുകൊണ്ട് പോകരുത്. അപ്പൊ ഞങ്ങളെ വിമർശിക്കുന്നതിന്റെ ഭാഗമായി രാഹുൽ ഈശ്വറിന് വലിയ പ്രായമൊന്നുമില്ല, പക്ഷേ തന്ത വൈബ് കാണിക്കുന്നു എന്ന് പറയുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷേ ഹണി റോസിനെയും ഇതേപോലെ സോഷ്യൽ ഓഡിറ്റിനോ വിമർശനത്തിനോ വിധേയയാക്കണമെന്ന് ഹണി റോസും കൂടി ചിന്തിക്കണം. അല്ലെങ്കിൽ ഹണി റോസിനെ പിന്തുണയ്ക്കുന്ന അതിനകത്തൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം. നിലവിൽ ഇത് കോടതിയിൽ കേസിരിക്കുന്നൊരു വിഷയമാണ്. അതിൽ ഞങ്ങളിനി ഒരഭിപ്രായം പറയില്ല, കോടതി പറയുന്നത് വരെ. അതിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരും കുടുങ്ങി നിൽക്കുന്നത് ആ ഘട്ടത്തിലാണ്. കോടതി അതിനകത്ത് എടുത്തിരിക്കുന്നൊരു നിലപാടുണ്ട്. ഏതൊരു സ്ത്രീക്കും അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട അവകാശമുണ്ട്. താങ്കൾക്ക് സഭ്യമായ രീതിയിൽ ആ വിമർശനം ഉന്നയിക്കാനുള്ള അവകാശവുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ചാനലുകളിൽ ആ രീതിയിലാണ് ആ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഈ സോഷ്യൽ ഓഡിറ്റിംഗ് എന്നൊക്കെയുള്ള വാക്ക് പറയുമ്പോൾ ഒരു സ്ത്രീയെ അവരുടെ വസ്ത്രത്തിൻ്റെ പേരിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം എന്ന് പറയുമ്പോൾ പുരുഷന്മാരും ആക്കുന്നില്ലല്ലോ.
എന്നൊരു ചോദ്യം മറുഭാഗത്ത് വരുമല്ലോ സ്വാഭാവികമായി. പുരുഷന്മാരുടെ വാക്കുകളെയും നോക്കുകളെയും ഞാൻ അത് അപകടമുണ്ടാക്കുന്നത് കൊണ്ടാണ്. അതൊരു സ്ത്രീയെ അല്ലെങ്കിൽ മറ്റൊരാളെ അയാളുടെ ഒരു പൊസിഷനെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ അതുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അറിയേണ്ടത് താങ്കൾ ഇന്നിപ്പോ ഡിഫമേഷൻ പാടില്ല, തർക്കമില്ല. അല്ല, ഡിഫമേഷൻ ആണെങ്കിൽ താങ്കളുടെ പരാതി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹണി റോസ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പോലീസിന് കൺഫ്യൂഷൻ ഉള്ളത്. താങ്കൾ ആ അർത്ഥത്തിൽ അസഭ്യമായിട്ടൊന്നും പറഞ്ഞതായിട്ടും എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുമില്ല. ആ അറസ്റ്റിനെ താങ്കൾ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലായിരിക്കും, ആ ലീഗൽ പോയിന്റിലായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നത്തെ കൾച്ചറൽ ഡിബേറ്റ് കൂടെയാണ്. ഈ സാംസ്കാരിക ഡിബേറ്റ് കണ്ടില്ലെന്ന് നമ്മുടെ മാധ്യമങ്ങൾ നടിക്കരുത്. രാഹുൽ ഈശ്വർ അല്ല, ഇതൊരു കൾച്ചറൽ ഡിബേറ്റ് ആണ്. ഇതിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ജാതിമത ഭേദമന്യേ എന്റെ അടക്കമുള്ള നിലപാടിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതിനെ കണ്ടില്ലെന്ന് മാധ്യമങ്ങൾ നടിക്കില്ല. താങ്കളുടെ പിന്തുണച്ചും ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ പ്രശ്നം വസ്ത്രവും ഒക്കെ ഒരു അവകാശമാണ്. ഒരു വസ്ത്രവും അയാളുടേതാണ്. സംസ്കാര സമ്പന്നമായ വസ്ത്രം എന്നൊന്നില്ലല്ലോ, വസ്ത്രം എന്നേ ഉള്ളൂ. അത് ഓരോ കോണ്ടെക്സ്റ്റിൽ ഓരോ തിരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പൊ പോലീസ് യൂണിഫോമിൽ നിൽക്കുമ്പോൾ അയാൾ അങ്ങനെ എടുക്കുന്നു, ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മറ്റൊരു വസ്ത്രം, സിനിമയിൽ അഭിനയിക്കുമ്പോൾ മറ്റൊരു വസ്ത്രം. പള്ളിക്കൂടത്തിലെ ഡ്രസ്സ് പബ്ബിൽ വിടാൻ പറ്റില്ല. അതെ, പറ്റില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സിനിമ ഇപ്പോ നമ്മുടെ മുന്നിൽ ഈ ചലച്ചിത്ര താരം മറ്റൊരു കഥാപാത്രമായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു ജോലിയാണ് ചെയ്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ വസ്ത്രം ഇട്ട് അങ്ങനെ ആയിരിക്കില്ല വരിക. അവരൊരു സിനിമ ചലച്ചിത്ര താരമാണ്, അവരെ സംബന്ധിച്ച് ഒരു മോഡലാണ്. അപ്പോൾ ആ രീതിയിലുള്ള വസ്ത്രം അവർ ധരിക്കുമ്പോൾ അത് അവരുടെ പ്രൊഫഷന്റെ ഭാഗം കൂടിയാണ്. നമുക്കതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിനെ മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ചു എന്നതാണ് ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണം. അത് ആണ് കോടതി ചോദിച്ചത്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ എന്ന് ചോദിച്ചത് ഒരു പക്ഷേ അതുകൊണ്ടാവണം. അതെ, എന്തായാലും രാഹുൽ ഈശ്വർ അക്കാര്യത്തിൽ താങ്കൾ കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നു. താങ്കൾ ഒരു അസഭ്യ പദപ്രയോഗവും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ. അത് മാത്രമല്ല, ഇതിനു വേണ്ടി ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ഒരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സന്തോഷത്തോടു കൂടി ജയിലിൽ വീണ്ടും പോകാൻ തയ്യാറാണ്. എന്നെ 5 തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6ാം തവണ കൂടി ഒരു സംസ്കാരത്തിന്റെ കോസിന് വേണ്ടി അറസ്റ്റ് ചെയ്താൽ പോകാൻ എനിക്ക് മടിയില്ല. അതിൽ എനിക്ക് വ്യത്യസ്തമായ വിയോജിപ്പുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ താങ്കളോട് യോജിക്കുന്നത്, താങ്കൾ അസഭ്യ പ്രയോഗം നടത്തിയിട്ടില്ല എന്നുള്ളൊരു പോയിന്റിൽ ഞാൻ താങ്കളോട് യോജിക്കുന്നു. താങ്ക് യു രാഹുൽ. എന്തായാലും താങ്കളുടെ ജാമ്യാപേക്ഷ ഇനി 27-ാം തീയതിയാണ് കോടതി പരിഗണിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വിയോജിക്കാനുള്ള ഒരു സൗഹൃദം എപ്പോഴും മനുഷ്യർക്കിടയിൽ ഉണ്ടാവണം. നമ്മൾ അത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കേണ്ടതും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം.